ഓരോ പൊതുപ്രവർത്തകനൊക്കെ ഷോട്ട് വന്നല്ലോ. പൊതുപ്രവർത്തകൻ മല മറിഞ്ഞില്ലേ പോയിട്ട്? മല അവിടെ നിന്ന് ഒഴുകി പോകും നിങ്ങൾ ചെല്ലുമ്പോഴത്തേനും. ഒരു കാര്യം പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങി പോണല്ലോ. എന്ത് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക്? വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന പോലെ രാവിലെ ഇറങ്ങി പോകും, രാത്രി കയറി വരും, ഉള്ളതിൽ ഭക്ഷണം കഴിക്കും. എന്താ മിണ്ടാത്തത്? മിണ്ടാട്ടം മുട്ടിപ്പോയി. എവിടെ വന്നപ്പോഴത്തേനും എന്നെ കുറയ്ക്കണ്ടായിരുന്നല്ലോ. ഒരു ദിവസം നോക്കിക്കോ, ഞാൻ എന്റെ വഴിക്ക് ഇറങ്ങിപ്പോ, അപ്പൊ നിങ്ങൾ പഠിക്കും. തീറ്റയ്ക്ക് മാത്രം ഒരു കുറവില്ല. പൊണ്ണത്തടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട്. തീറ്റയ്ക്ക് കണക്ക് പറയരുതെന്ന് പറയും, പക്ഷെ നിങ്ങളോട് എങ്ങനെ പറയാതിരിക്കും? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ അപ്പൻ്റെ അപ്പനമ്മേനെ വിളിക്കും. അതിനൊരു കുറവില്ല. എന്താ വല്ലാതിരിക്കുന്നത്? ജോലിക്കൊന്നും പോയില്ലേ? കാര്യം പറ. നീ എന്താ പിണങ്ങിയിരിക്കുന്നതൊക്കെ? മഴ കൂടിയാ രണ്ടുപേരും കൂടെ? നമുക്ക് ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ. എടുത്ത് തിരിച്ചു വിളിക്കേ. ഞാൻ വിളിക്കണം വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കാം. അന്നകത്തോട്ട് എഴുന്നേറ്റ് വാ. ചുമ്മാ കളിക്കല്ലേ തങ്ങ പോ. ഇത് കണ്ടോ, ചുമ്മാ തല്ല് പിടിച്ച് വന്നിരിക്കുക. ആ ചുമ്മാ തല്ല് പിടിച്ചതല്ല, നീ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്നത് നീ എന്തെങ്കിലും പറഞ്ഞു കാണും. അല്ലാതെ അവൻ എങ്ങനെ ഇരിക്കത്തില്ല. അല്ല, ഇന്ന് ആ പലചരക്കടക്കാരൻ വിളിച്ചിട്ട് എന്നെ കൊറേ ചീത്ത പറഞ്ഞു. അപ്പൊ ആ പൈസ അടയ്ക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. പൈസ അടയ്ക്കാൻ പറഞ്ഞ് അവനെങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അല്ല, ഒന്നും അല്ലെങ്കിൽ അവരാണില്ലേ, ആരോരും ഇല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് കിടക്കുന്നതല്ലേ, അവരൊരു അഭിമാനം ഇല്ലേ? എനിക്ക് ആരുമില്ല, ആരുമില്ല. കൊച്ചുങ്ങളെ കണ്ണീര് കാണാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല. സാരമില്ലടാ, ഞാൻ ഒരു അനാഥൻ. ആരുമില്ല, ആർക്കും എന്തുവേണേലും പറയാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മ. ഞാൻ ഇവിടുത്തെ കൊച്ചിനേക്കാളും ഹൃദയം അലിഞ്ഞവനാണ് അവൻ, അറിയാമോ നിനക്ക്? അയ്യോ, എനിക്ക് വയ്യ. സമാധാനിപ്പിക്കുമോ? കരയല്ലേ? നമ്മളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലാവാനുള്ള തന്നെ. ഞാൻ ഇവിടെ കിടന്ന് ശീലിക്കട്ടോ. നീ കൂടെ കൂടെ അങ്ങോട്ട് നോക്കുന്നില്ല, എന്തോന്ന് കാര്യമോ? ഒരു കാര്യം പറയാം, എനിക്ക് മുഖത്ത് നോക്കി എന്റെ വിഷമങ്ങൾ ആരോടും പറയണ ഇഷ്ടമല്ല. വേണ്ട, നീ വിഷമിക്കണ്ട. നീ ഇനി ജോലിക്ക് ഒന്നിനും പോകണ്ട. എവിടെ എന്തെങ്കിലും വച്ചെന്നുണ്ടെങ്കിൽ തിന്നുകൊണ്ട് ഇവിടെ നിന്നാച്ചാ മതി. ആഹാ, പെണ്ണുങ്ങൾക്ക് അത്ര അഹങ്കാരം പാടില്ലല്ലോ. അമ്മ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല, അവൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. എടി, ജോലിയും കൂലിയും ഇല്ലെങ്കിലും അവനൊരു അഭിമാനം ഇല്ലേ? ഒരാണല്ലേ അവൻ. അബിൽദാര വല്ല മറ്റേ ആയിരിക്കണമായിരുന്നു. എന്റെ മൂക്കാൻ വേണ്ടി അടിച്ച് കമ്മത്തിയാനാ. അതിന് അച്ഛന് പട്ടാളത്തിൽ ജോലി ഉണ്ടായില്ല. ഞാൻ പട്ടാളത്തിൽ പോകാൻ തയ്യാറാണ്, പക്ഷെ എന്നെ പട്ടാളത്തിൽ വിളിക്കട്ടെ. അമ്മ എന്നെ പട്ടാളത്തിൽ കൊണ്ട് ചേർക്കാമ, ഞാൻ പോവാ. കണ്ടോ എന്നിട്ടേ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എഴുന്നേക്കണം. അതെ, എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കത് കിട്ടണുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് സംതൃപ്തിയായിട്ട് ഞാൻ അകത്തോട്ട് വന്നോളാം. പോയേ, നിങ്ങളൊക്കെ പോയേ. വെറുതെ നിങ്ങളുടെ മനസമാധാനം കൂടെ കളയണ്ട. ഇതിപ്പോ പുതിയതായിട്ട് ഒന്നും ഇവിടെ നടന്നില്ലല്ലോ. എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചു. അതിന് ക്ലീറ്റ് ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാ? തല്ലും വഴക്കും പിടിക്കുമ്പോൾ വായി പറഞ്ഞ എന്തും വിളിച്ച് പറയാലോ. അതെ, എനിക്കകത്ത് പോയേ. എനിക്കിവിടെ ആരും വേണ്ട. ക്ലീറ്റ് അകത്തോട്ട് വരില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. പോയേ, അകത്തോട്ട് പോയേ. അമ്മയും പോയേ. അമ്മ വെറുതെ ഇരുന്ന് ശരി പോയി കിടക്കാം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വിഷമിക്കുമ്പോ എനിക്ക് അകത്ത് പോയി കിടന്ന കിടപ്പ് വരത്തില്ല എന്റെ പൊന്നു കുഞ്ഞ്. എന്റെ അമ്മ, എനിക്ക് അകത്തോട്ട് കയറിയാ ഉള്ള മനസമാധാനം പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണേ. അമ്മ അകത്ത് പോയി കിടന്നോ. പോക്കോ. പോട്ടാ. ഓ, പോക്കോ അമ്മ. ഈ മേടൊന്നും കാണിച്ചു വെക്കല്ലേ. ഇല്ലമ്മ, ഒന്നും കാണിക്കൂല ഞാൻ. പോയിക്കോ. ഞാൻ പോയി കിടക്കട്ടാ, സമാധാനത്തോടെ കിടക്കട്ടെ. പോയിക്കോ അമ്മ, പോയിക്കോ. ചായ എടുക്കട്ടെ? സോറി, ഞാൻ ചായ എടുക്കട്ടെ? Alien versus Alien.